ഫ്രണ്ട്സ്, നമ്മുടെ സുലൈമാനി ഹബിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി കുറച്ച് ഗ്യാപ്പ് വന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കറിയാം നമ്മുടെ ലോക്ക്ഡൌൺ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാവരും കാറ് ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ? അതെ, ഇന്നത്തെ വീടുകളിൽ നോക്കുമ്പോൾ ഒരു 4 വീലർ ഇല്ലാത്ത വീട് എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. അപ്പോൾ എല്ലാ വണ്ടികളിലും AC ഉണ്ട്. ഇപ്പൊ ബേസ് മോഡൽ മേടിക്കുന്ന എല്ലാ വണ്ടികൾക്കും AC ഉണ്ട്. പണ്ടത്തെ പോലെ അങ്ങനെ AC ഇല്ലാത്ത വണ്ടികളൊന്നുമില്ല. ഇപ്പൊ ബേസ് വണ്ടിയായാൽ തന്നെ നമുക്ക് കാർ വിൻഡോ പവർ ആവില്ല എന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പവർ വിൻഡോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രോബ്ലം പോലെയല്ല. ബേസ് വണ്ടിയിലും ഇപ്പോൾ AC വരുന്നുണ്ട്. ടാറ്റ നാനോയിൽ പോലും AC വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ AC ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. വളരെ സിമ്പിൾ പരിപാടിയാണ് AC ഫിൽറ്റർ. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. അതിനുവേണ്ടി വർക്ക്ഷോപ്പിലേക്കോ ടെക്നീഷ്യനോ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വണ്ടിയുടെ ACയുടെ ഫിൽറ്റർ, ACയുടെ എയർ ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ. അതിനുവേണ്ടി ഒരു ടൂൾസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ മാരുതി സ്വിഫ്റ്റിലാണ് കാണിച്ചിരുന്നത്. എല്ലാ വണ്ടികളിലും ഏകദേശം അതേപോലൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ചേഞ്ച് ഉണ്ട് ചില സ്ഥലങ്ങൾക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ലൈറ്റിന്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്, അവിടെ ഇരുട്ടായിരുന്നു എടുക്കുമ്പോൾ, ആ കാരണമുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സുലൈമാൻ ഹബ്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഓക്കെ, നല്ല ഐഡിയാസ് വല്ല വണ്ടികളെ കുറിച്ചിട്ട് റിവ്യൂസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. അപ്പോൾ 1-2 വണ്ടി നമുക്ക് റിവ്യൂസിന് വന്നിട്ടുണ്ട് ഷോറൂമിൽ നിന്ന്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇടാമെന്ന് വെച്ചിട്ടാണ്. കാരണം ഇപ്പം നമുക്ക് ലോക്ക്ഡൌൺ ആയ കാരണം പുറത്തേക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, എനിവേ നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ കാറിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ ഗ്ലൗ ബോക്സ് നമ്മൾ ഊരിയെടുക്കാം. പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിരുന്നു. അതിനൊരു ടൂൾസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ജസ്റ്റ് ക്ലിപ്സ് ആണ്. ഓക്കെ, ഇതാണ് അതിന് ഊരെടുത്ത് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് കണ്ടോ? ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ACയുടെ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. ഓക്കെ, ഇത് ഒരു ചെറിയൊരു ഇതാണ്. രണ്ട് സൈഡിലൊന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടോപ്പ് നമുക്ക് തുറക്കാൻ പറ്റും. ഓക്കെ, ഇത് ഒന്ന് ഊരിയെടുത്തുമ്പോൾ വയ്ക്കുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതെങ്ങനെയാണ് നമ്മൾ ഊരിയെടുത്തത്. കാരണം ആ ഒരു പൊസിഷനിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു കയറ്റേണ്ടതും. ഓക്കെ, ആ കാണുന്നതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. അപ്പോൾ അതൊന്ന് കീറാണ്ട് ഒന്ന് എടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇത് ഇതിൻ്റെ ഗ്ലൗ ബോക്സ് ഒക്കെ ഊരാൻ ടൂൾസിൻ്റെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ 1-2 ക്ലിപ്പുകളാണ്. നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ലെഫ്റ്റ് സൈഡിലൊന്ന് 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ACയുടെ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ എയർ ഫിൽറ്റർ എടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് പതുക്കെ എടുക്കണം, അത് കീറാണ്ട് സൈഡിൽ നിന്ന് പതുക്കെ എടുക്കണം. ഓക്കെ, ഞാൻ ഓൾറെഡി എടുത്ത് അത് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടി ചെയ്തേക്കാണ്. ഇതിന് എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് മാറ്റേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലെ പൊടി കളഞ്ഞ് നമുക്ക് വെക്കാം. ഞാൻ ഓൾറെഡി പൊടി കളഞ്ഞിട്ടുണ്ട്. ഇതിന് ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ ഉള്ളിൽ പൊടിയൊന്നുമില്ല. ഒരിക്കലും വെള്ളം ഒഴിച്ച് കഴുകാൻ പാടില്ല. നമ്മൾ വല്ല വെള്ളം ഒഴിച്ച് കഴുകാൻ പാടില്ല. അതുപോലെ എയർ ഗണ്ണാണ് ഉദ്ദേശിച്ചത്. എയർ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് പൊടി അടിച്ച് കളയാവുന്നതാണ്. അതേപോലെ ബ്രഷൊക്കെ ഉപയോഗിച്ച് കളയാവുന്നതാണ്. ഓക്കെ, ഒരിക്കലും വെള്ളം നനച്ച് കഴുകാനോ ഉപയോഗിക്കാനോ അങ്ങനെ അധികം നേരം വെയിലത്ത് വയ്ക്കാനോ ഒന്നും പാടില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാവുന്നതാണ്. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്തു. എടുത്ത പൊസിഷനിൽ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊസിഷനിൽ ഞാൻ തിരിച്ചു വയ്ക്കുകയാണ് അതിലേക്ക്. നമ്മൾ മാരുതിയുടെ സ്വിഫ്റ്റ് വണ്ടിയിലാണ് കാണിക്കുന്നത്. സ്വിഫ്റ്റിൽ അതിൻ്റെ ഡാഷ്ബോർഡിലെ ഗ്ലൗ ബോക്സ് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു പോർഷൻ ഇരിക്കുന്നത്. ഓക്കെ, നമ്മളത് വെച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ അതിനൊരു ക്യാപ്പുണ്ട്. ആ ക്യാപ്പ് 2 സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോരും. അതുപോലെ തന്നെ 2 സൈഡിൽ കണ്ടോ, ലെഫ്റ്റിൽ ഞാൻ കൈ വെച്ചിട്ടുണ്ട്, റൈറ്റിലും വെച്ചിട്ടുണ്ട്. കൈ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് പ്രസ് ആവുകയും ചെയ്യുമ്പോൾ ചെറിയ സൗണ്ടും കേൾക്കും, പ്രസ് ആവുകയും ചെയ്യും. അത് സെറ്റായി. അടുത്തത് നമ്മൾ ഗ്ലൗ ബോക്സ് ആണ് വെക്കാൻ പോകുന്നത്. ഗ്ലൗ ബോക്സിന് ടൂൾസിൻ്റെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. കാരണം അതൊരു പ്രസ്സിങ് ആണ്. അപ്പോൾ ആ പ്രസ്സിങ് വെച്ചിട്ടാണ് നമ്മൾ ഊരുന്നതും. അടയ്ക്കാനും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരു 5 മിനിറ്റ് നേരത്തെ പരിപാടിയുള്ളൂ. എനിക്ക് കുറച്ച് ഇരുട്ടായ കാരണം അവിടെ എനിക്ക് കുറച്ച് അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും പ്രോബ്ലം ഒന്നുമില്ല. കൊണ്ടോ ഇവിടെ ക്ലിപ്പുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ക്ലിപ്പുകളിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ
ക്ലിയർ ചെയ്യാനായിട്ട് പറ്റാവുന്ന ഒന്നാണ് വണ്ടിയുടെ AC ഫിൽറ്റർ എന്ന് പറയുന്നത്. കാരണം ഇത് ഒരുപാട് പൊടി അതിലുണ്ടെങ്കിൽ, പറഞ്ഞ പോലെ ഒരുപാട് പൊടി അതിലുണ്ടെങ്കിൽ നമുക്ക് AC തണുപ്പ് കുറയും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, കുറച്ച് ഇരുട്ടായ കാരണം കൊണ്ടാണ് കേട്ടോ നമുക്കത് വെക്കാനായിട്ട് കുറച്ച് പ്രോബ്ലം വരുന്നത്. ആ ഗ്ലൗ ബോക്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാറ്റലോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഊരി വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഫയലിൽ നമ്മളത് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എല്ലാവർക്കും വളരെ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ന്യൂ എപ്പിസോഡായി നമ്മൾ നല്ല ഇൻഫർമേഷനായിട്ട് നമ്മൾ ഇനിയും വരും.